നെക്സ്റ്റ് വി ആർ മൂവിങ് ടു എറേഴ്സ്. എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു മിസ്റ്റേക്സ് അല്ലെങ്കിൽ മിസ്മാച്ച് ഓഫ് വാല്യൂസ്. ദ സൊല്യൂഷൻ ഓഫ് എ പ്രോബ്ലം ഇസ് ഒബ്റ്റെയിൻഡ് ബൈ ദ ന്യൂമറിക്കൽ മെത്തേഡ് കണ്ടെയ്ൻസ് സം എറർ. എന്തായാലും നിങ്ങൾക്കറിയാവുന്ന ഒരു സൊല്യൂഷൻ, ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം സൊല്യൂഷൻ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് എറർ ഉണ്ടാവാം. ഈ എറേഴ്സിനെ മോർ എസെൻഷ്യലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതും അതിനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നതും അതിൻ്റെ മെത്തേഡ്സുമാണ് നമ്മൾ ഇനി അടുത്തത് കാണാൻ പോകുന്നത്. ഓക്കെ, ടു മിനിമൈസ് ദിസ് എറർ, more essential to identify the causes എങ്ങനെ വരുന്നു or sources of error and their growth and propagation in minimizing computation. നമ്മളുടെ കമ്പ്യൂട്ടേഷൻ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ എററിൻ്റെ സോഴ്സും അതിൻ്റെ ഒക്കറൻസും കണ്ടുപിടിച്ചിട്ട് അതിനെ കുറയ്ക്കാനായിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. യൂഷ്വലി 3 ടൈപ്പ് ഓഫ് എററാണ് ഉണ്ടാവാറുള്ളത്: ഇൻഹെറൻറ്റ് എറർ, റൗണ്ട് ഓഫ് എറേഴ്സ് ആൻഡ് ട്രങ്കേഷൻ എറർ. These errors are occurring in a solution for the problem doing in numerical method. അടുത്തത് ആദ്യമായിട്ട് നമുക്ക് കാണേണ്ടത് ഇൻഹെറൻറ്റ് എററാണ്. ഇൻഹെറൻറ്റ് എറർ എന്ന് പറഞ്ഞാൽ ദിസ് ടൈപ്പ് ഓഫ് എറർ ഈസ് പ്രസൻറ്റ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോബ്ലം ഇറ്റ് സെൽഫ് ബിഫോർ ഫൈൻഡിങ് എ സൊല്യൂഷൻ. അതായത് നമ്മൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്, പ്രോബ്ലത്തിനകത്ത് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് തന്നെ ഒക്കർ ചെയ്യുന്ന എററിനെയാണ് ഇൻഹെറൻറ്റ് എറർ എന്ന് പറയുന്നത്. ഇൻഹെറൻറ്റ് എറർ ഒക്കേഴ്സ് ഡ്യൂ ടു ദ സിംപ്ലിഫൈഡ് അസംഷൻ മെയ്ഡ് ഇൻ ദ പ്രോസസ് ഓഫ് മാത്തമാറ്റിക്കൽ മോഡലിംഗ് ഓഫ് എ പ്രോബ്ലം. അതായത് ഇൻഹെറൻറ്റ് എറർ സിംപ്ലിഫൈഡ് അസംഷൻ മൂലം, നമ്മൾ കുറേ അസംഷൻസ് നടത്താറുണ്ട്, നിങ്ങൾക്കറിയാവുന്ന ഡിസൈനൊക്കെ ചെയ്യുമ്പം ആ അസംഷൻസ് മൂലം ഒക്കെ ചെയ്യുന്ന എററിനെയാണ് നമ്മൾ ഇൻഹെറൻറ്റ് എറർ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ഓൾസോ എറൈസ് വെൻ ദ ഡേറ്റ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം സർട്ടൻ ഫിസിക്കൽ മെഷർമെൻറ്റ്സ്. ഡേറ്റ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം സർട്ടൻ ഫിസിക്കൽ മെഷർമെൻറ്റ്സ് ഓഫ് പാരാമീറ്റേഴ്സ് ഓഫ് പ്രപ്പോസ്ഡ് പ്രോബ്ലത്തിനകത്ത് പാരാമീറ്റേഴ്സ് മൂലം ഉണ്ടാകുന്ന എററാണ് ഇൻഹെറൻറ്റ് എറർ. ദിസ് ടൈപ്പ് ഓഫ് എറർ ക്യാൻ ഓൾസോ ബി ദെയർ ഡ്യൂ ടു ദ മിസ്റ്റേക്ക് മെയ്ഡ് ബൈ ദ ഹ്യൂമൻ. ദാറ്റ് ഈസ് ഇഫ് എ മാൻ റൈറ്റ്സ് എ പ്രോബ്ലം ബൈ മിസ്റ്റേക്ക് 43 ഇൻസ്റ്റെഡ് ഓഫ് 34. ഇങ്ങനെ നമ്മളായിട്ട് തന്നെ വരുത്തി വെക്കുന്ന എററിനെയാണ് നമ്മൾ ഇൻഹെറൻറ്റ് എറർ എന്ന് പറയപ്പെടുന്നത്. നെക്സ്റ്റ് ഇസ് റൗണ്ട് ഓഫ് എറർ. റൗണ്ട് ഓഫ് എറർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതിനെയാണോ റൗണ്ട് ചെയ്യുന്നത്, നമ്പേഴ്സിനെ, ജനറലി ന്യൂമറിക്കൽ മെത്തേഡ്സ് ആർ ക്യാരിഡ് ഔട്ട് യൂസിങ് കാൽക്കുലേറ്റേഴ്സ് ഓർ കമ്പ്യൂട്ടേഴ്സ്. In numerical computation, all the numbers are represented by decimal fractions such as 1/3, 2/3, etc. And some numbers are there which cannot be represented by decimal fraction. And in those cases, getting the result from those numbers should be rounding off to some numbers. These errors depending upon the word length of the computational methods. നമുക്ക് ഫ്രാക്ഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സ് എന്ന് പറയുന്നത് ഡെസിമൽ നമ്പേഴ്സ് ആയിരിക്കും. ആ ഡെസിമൽ നമ്പേഴ്സിനെ നമുക്ക് മിക്കപ്പോഴും റൗണ്ട് ചെയ്ത് ചില നമ്പേഴ്സിലോട്ട് ആക്കിയതിന് ശേഷം കാൽക്കുലേഷൻ കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനെ വരുന്നത് മൂലം ഉണ്ടാകുന്ന എററിനെയാണ് റൗണ്ടിങ് ഓഫ് എറർ എന്ന് പറയപ്പെടുന്നത്. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ട്രങ്കേഷൻ എറർ. മൂന്നാമത്തെ എററാണ്. ദീസ് എറേഴ്സ് ഒക്കർ ഡ്യൂ ടു ഫൈനൈറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ആൻ ഇൻഹെറൻ്റ്ലി ഇൻഫിനിറ്റ് പ്രോസസ്. ദാറ്റ് ഈസ് എറർ കോസ്ഡ് ബൈ യൂസിങ് അപ്രോക്സിമേറ്റ് ഫോർമുലാസ് ഫോർ കമ്പ്യൂട്ടേഷൻ. നമ്മൾ യൂസ് ചെയ്യുന്ന ചില ഫോർമുല ഇക്വേഷൻസിനകത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇൻഫിനിറ്റ് സീരീസ് ഒക്കെ വരുന്ന ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസിൽ നിന്നും വരുന്ന എററാണ് ട്രങ്കേഷൻ എറർ. ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ഫംഗ്ഷൻ x for f of x using infinite series of n. After computing all these equations, you will be getting an error in that solution which is called truncation error. Okay, അപ്പോൾ 3 ടൈപ്പ് എറർ നമ്മൾ കണ്ടു: ഇൻഹെറൻറ്റ് എറർ, റൗണ്ട് ഓഫ് എറർ ആൻഡ് ട്രങ്കേഷൻ എറർ. അപ്പോൾ എറർ എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നോക്കുക, എറർ നോക്കിയതിന് ശേഷം അടുത്ത എറർ കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. അടുത്ത എറർ കാൽക്കുലേഷനകത്ത് ആദ്യം വരുന്നതാണ് റിലേറ്റീവ് എറർ. റിലേറ്റീവ് എററിനെ റെപ്രസെൻറ്റ് ചെയ്തത് E⁻r എന്നാണ്. ഈ ടോപ്പിക്സ് എല്ലാം നിങ്ങളുടെ ചാപ്റ്റർ എന്ന ടെക്സ്റ്റ് ബുക്ക് ഞാൻ ലിൻവേസിൽ ഇട്ടിട്ടുണ്ട്, നമ്മുടെ ഗ്രൂപ്പിലും ആദ്യം ഷെയർ ചെയ്തായിരുന്നു, അതിനകത്ത് നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ കൂടുതലും ന്യൂമറിക്കൽ മെത്തേഡ്സിൻ്റെ പ്രോബ്ലംസ് വരുന്നത് കന്ദസ്വാമിയുടെ ടെക്സ്റ്റ് ബുക്കാണ്. കന്ദസ്വാമിയുടെ ടെക്സ്റ്റ് ബുക്ക് എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ എന്തെങ്കിലും കോൺടാക്ട് ക്ലാസ്സിന് ഇവിടെ വരുമല്ലോ, അന്നേരം ഞാൻ തരാം. ഇവിടെ ലൈബ്രറിയിലും ഒത്തിരി റെഡിലി അവൈലബിൾ ആണ് കേട്ടോ കന്ദസ്വാമിയുടെ ടെക്സ്റ്റ് ബുക്ക്. സോ മൂവിങ് ടു റിലേറ്റീവ് എറർ.
delta x del x is equal to delta x by x. Delta x നിങ്ങൾക്കറിയാവുന്ന change in the value of x divided by x, that is magnitude of x minus x0 divided by magnitude of x. So relative error is equal to del x, that is relative error depends upon the quantity and quality of calculations, depends upon the quantity and quality of calculations of measurement. Okay, the relative error depends upon the quantity and quality of calculations of the measurement. The relative error of a number x is defined as del x is equal to delta x by x, that is magnitude of x minus x0 divided by magnitude of x. ഇപ്പോൾ റിലേറ്റീവ് എറർ എങ്ങനെ ഒരു പ്രോബ്ലം തന്നിരിക്കുന്നതെങ്കിൽ കണ്ടുപിടിക്കാനുള്ള വാല്യൂ ആണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് മൈനസ് x0 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് x. ഇത് ഓർത്ത് വെക്കുക, പറയുന്ന കാര്യങ്ങളെല്ലാം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ചെറിയ പ്രോബ്ലം ചോദിക്കാം എററിനകത്ത് കേട്ടോ. സോ മൂവിങ് ടു നെക്സ്റ്റ് ടോപ്പിക്, പെർസെൻറ്റേജ് എറർ. പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് മൈനസ് x0 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് ഇൻറ്റു 100. ഇതാണ് പെർസെൻറ്റേജ് എറർ. നെക്സ്റ്റ് എറർ പ്രൊപ്പഗേഷൻ. എറർ എങ്ങനെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും? ദ എറേഴ്സ് ഇൻ സം ആൻഡ് ഡിഫറൻസ്. സമ്മും ഡിഫറൻസിനകത്തും വരുന്ന എററിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്ന് നമ്മൾ പറയാൻ പോകുന്നത്. Considering the exact numbers x1 to xn and their approximations respectively, x1 etc., x2 etc. up to x1, x2 etc. up to xn, and their approximation value delta x, delta y, delta x1, delta x2, delta x3 etc. up to delta xn be the errors for x1, x2, x3 etc. up to xn. So x1, x2, x3യുടെ xn വരെയുള്ള വാല്യൂൻ്റെ എററിനെ നമ്മൾ ഡെൽറ്റ എക്സ്, ഡെൽറ്റ x1, ഡെൽറ്റ x2 etc. up to ഡെൽറ്റ xn എന്ന് പറയുന്നു. So what will be capital X1? So x1 is equal to xi plus or minus delta x, xi plus or minus delta x, where I takes the value 1 to n. Okay, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെ എററിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം, ഒരു ഇൻഫിനിറ്റ് സീരീസ് അല്ലെങ്കിൽ ഒരു കാൽക്കുലേഷനകത്ത് എററിനെ എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. സോ വി ആർ ഗെറ്റിംഗ് ദ ഇക്വേഷൻ x1 is equal to xi plus or minus delta x, where I takes the value 1 to n. So capital X is equal to x1 plus x2 plus etc. up to xn, where small x is equal to x1 plus x2 plus etc. up to xn. This is the equation. ഇത് ബൈ ഹാർട്ട് പഠിക്കണം കേട്ടോ. സോ ടോട്ടൽ അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് എന്ത് കിട്ടും? മാഗ്നിറ്റ്യൂഡ് ഓഫ് ക്യാപിറ്റൽ എക്സ് മൈനസ് സ്മോൾ എക്സ്. ദിസ് വിൽ ബി ദ ഇക്വേഷൻ. ക്ലിയർ ആവുന്നുണ്ടോ? സോ ആ ഇക്വേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പം thus the absolute error in the sum you will be getting as delta x is equal to magnitude of delta x1 plus magnitude of delta x2 plus etc. up to magnitude of delta xn. So the absolute error in the sum of approximate numbers is equal to the sum of absolute errors in the numbers. That is, absolute error in the sum of approximate numbers is equal to the sum of the absolute errors of the number. ഓക്കെ, ഇനി അടുത്ത സബ്ട്രാക്ഷനകത്ത് എറർ എങ്ങനെ വരുന്നു എന്നുള്ളത് കാണാം. ഇച്ചിരി കോംപ്ലിക്കേഷൻ ആണ്, പക്ഷേ എഴുതി തന്നെ പഠിക്കുക. Considering x1 and x2 be the two values of corresponding exact numbers for x1 and x2. Same way, capital X is equal to x1 minus x2. Same procedure we are following, where delta x1 and delta x2 are the errors for x1 and x2 simultaneously. So you will be getting magnitude of x minus x എന്ന് പറയുന്നത് like this. You will be getting ഇത് വന്നു കഴിയുമ്പം ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ x1 പ്ലസ് ഡെൽറ്റ x2. ഈ മാഗ്നിറ്റ്യൂഡ് വരുന്നത് കൊണ്ടാണ് ഇവിടെ പ്ലസ് ആവുന്നത്. സബ്ട്രാക്ഷനായിട്ട് മൈനസ് മാറി പ്ലസ് ആയത് എന്താണെന്നൊക്കെ ഡൗട്ട് നിങ്ങൾ കഴിഞ്ഞ ദിവസം ഞാനിത് പഠിപ്പിച്ചപ്പോൾ ചോദിച്ചായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഇടണം എന്ന് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ഞാൻ വീഡിയോ ഇട്ടതാണ് കേട്ടോ. Thus the absolute error in difference of two numbers is equal to sum of two individual absolute errors. Sum of two individual
absolute error. Okay, is it clear for you? ഓക്കെ, അപ്പം നമുക്ക് അടുത്ത പോർഷനായ ഫംഗ്ഷൻ ഓഫ് സിംഗിൾ വേരിയബിൾ കഴിഞ്ഞിട്ട് നമ്മുടെ പ്രോബ്ലത്തിനകത്തോട്ട് കടക്കാം. സോ ഇതിൻ്റെ വീഡിയോ എല്ലാവരും നോക്കുക.